എവിടെ നോക്കിയാലും എമ്പുരാൻ. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, എക്സ്, അങ്ങനെ എന്ത് തുറന്നാലും എമ്പുരാൻ. സർവം എമ്പുരാൻ മയം. ഒരു മലയാള സിനിമയ്ക്ക് ഇതുവരെ കിട്ടാത്ത ഗംഭീര പാൻ ഇന്ത്യൻ ഹൈപ്പുമായി എമ്പുരാൻ ഈ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമ ആരാധകർ വലിയ വലിയ പ്രതീക്ഷയുമായി കാത്തിരിക്കുകയുമാണ്. അതിൻ്റെ പ്രതിഫലനമെന്നോണം ടിക്കറ്റ് ബുക്കിങ്ങും സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുകയാണ്. എന്താണ് ഇതിന് പ്രധാന കാരണം? അത് എമ്പുരാൻ്റെ മനോഹരവും കൃത്യവുമായ മാർക്കറ്റിംഗ് ആണെന്ന് പറയാം. മറ്റ് സിനിമാ പ്രവർത്തകർ കണ്ടുപഠിക്കേണ്ട മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, വിവാദങ്ങളെപ്പോലും സിനിമയ്ക്ക് പോസിറ്റീവാക്കി മാറ്റിയ പക്കാ വൈബ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അതിലൂടെ കിട്ടിയ ഹൈപ്പ്. കുറച്ച് വർഷങ്ങളൊന്ന് പിന്നോട്ട് പോകാം. 2019 പൃഥ്വിരാജിൻ്റെ കന്നി സംവിധാന സംരംഭമായി എത്തി ലൂസിഫർ തിയേറ്ററുകളെ ഇളക്കി മറിച്ചപ്പോൾ തുടങ്ങിയതാണ് രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള വാർത്തകൾ. പിന്നാലെ എമ്പുരാൻ്റെ പ്രഖ്യാപനം വന്നു. അന്നു മുതൽ എമ്പുരാൻ്റെ ഹൈപ്പിനും തുടക്കമായി എന്ന് പറയാം. സിനിമയെക്കുറിച്ചുള്ള ചെറിയ ചെറിയ അപ്ഡേഷനുകൾ പുറത്തുവിട്ട് പൃഥ്വിരാജ് എന്ന വിഷനുള്ള കലാകാരൻ സിനിമയ്ക്ക് ഒരു കോട്ടവും തട്ടാതെ ആ ഹൈപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചു. 2020 മധ്യത്തിൽ പ്ലാൻ ചെയ്ത എമ്പുരാൻ്റെ ഷൂട്ട് കോവിഡിൻ്റെ വീണ്ടുമുള്ള വരവിനെ തുടർന്ന് നീട്ടി. സംഭവിക്കുന്നതെല്ലാം നല്ലതിന് എന്ന് പറയുന്നത് പോലെ കോവിഡ് കാലം എമ്പുരാന് ഗുണമായി. പ്രഖ്യാപനം മുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഹൈപ്പിനെ ഉപയോഗപ്പെടുത്തി എമ്പുരാൻ്റെ കഥാപരിസരത്തിന് മാറ്റം വരുത്താനും ലാർജ് സ്കെയിലിലേക്ക് സിനിമയെ കൊണ്ടുപോകാനും തിരക്കഥാകൃത്ത് മുരളി ഗോപിക്ക് അങ്ങനെ സമയം കിട്ടി. പ്രീ പ്രൊഡക്ഷൻ സമയത്ത് തന്നെ പൃഥ്വിരാജ് ആദ്യ വെടിപൊട്ടിച്ചു. സിനിമ ഹിന്ദി ഉൾപ്പെടെ 5 ഭാഷകളിലെത്തുമെന്ന് പൃഥ്വി വ്യക്തമാക്കി. തുടർന്ന് ഹൈപ്പിന് ആക്കം കൂട്ടി വമ്പൻ പ്രൊഡക്ഷൻ ഹൗസായ ലൈക്കയുടെ നിർമ്മാണ പങ്കാളിത്തത്തിൻ്റെ വാർത്തയെത്തി. ഇതോടെ സിനിമയുടെ ബഡ്ജറ്റ് സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ പടർന്നു. ചിത്രീകരണം തുടങ്ങിയതോടെ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളായി സൈബർ ഇടങ്ങളിൽ എല്ലാം. ഇനി അടുത്ത കാലത്തെ സംഭവവികാസങ്ങളിലേക്ക് വരാം. മലയാള സിനിമ വലിയ നഷ്ടത്തിലെന്നും താരങ്ങളുടെ പ്രതിഫലമാണ് പ്രശ്നമെന്നും ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കൾ രംഗത്ത് വന്ന സമയത്ത് സുരേഷ് കുമാർ എമ്പുരാൻ്റെ ബജറ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിന് മറുപടിയായി ആൻ്റണി പെരുമ്പാവൂരിട്ട ഫേസ്ബുക്ക് പോസ്റ്റ്, അത് ഷെയർ ചെയ്തുകൊണ്ട് പൃഥ്വിരാജ് ഇട്ട "എല്ലാം സെറ്റല്ലേ അണ്ണ" എന്ന കമൻറ്റ്. സിനിമാ സമരം വരെ നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ച സമയത്ത് പൃഥ്വിരാജിന് വേണമെങ്കിൽ ആ വിവാദത്തിൽ പങ്കുചേരാതെ മാറി നിൽക്കാമായിരുന്നു. എന്നാൽ കൃത്യമായ പ്ലാനിംഗ് ഉള്ള പൃഥ്വി ആ വിവാദത്തെയും എമ്പുരാൻ്റെ മാസ് മാർക്കറ്റിംഗ് ആക്കി അങ്ങ് മാറ്റി. ഒന്നിനും എമ്പുരാനെ തടയാനാകില്ല എന്ന സന്ദേശം മോഹൻലാൽ ആരാധകർക്ക് പരോക്ഷമായി പൃഥ്വിരാജ് കൃത്യമായി കൈമാറി. അതിനുശേഷം ചിത്രത്തിൻ്റെ റിലീസ് തന്നെ അനിശ്ചിതത്വത്തിലാക്കി ലൈക്ക പ്രൊഡക്ഷൻസിലെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ വാർത്ത പുറത്തു വന്നു. ആൻറ്റി ക്ലൈമാക്സിൻ്റെ പ്രതീതിയായി ആരാധകർക്ക് വലിയ നിരാശ. പക്ഷേ ലൂസിഫറിൽ NBTVയുടെ ഫണ്ട് ഇഷ്യൂ മണപ്പള്ളി ചാണ്ടിയെ മാറ്റി നിർത്തി നേരിട്ട് പരിഹരിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയെപ്പോലെ ലൈക്കയെ അങ്ങ് മാറ്റി നിർത്തി ഗോകുലം ഗോപാലൻ്റെ മാസ് എൻട്രി. ഈ വമ്പൻ ട്വിസ്റ്റ് എമ്പുരാൻ്റെ ഹൈപ്പ് വീണ്ടും കൂട്ടി. പിന്നാലെ എത്തിയ വമ്പൻ ദൃശ്യങ്ങളടങ്ങിയ ട്രെയിലർ സോഷ്യൽ മീഡിയയെ അങ്ങ് തീ പിടിപ്പിച്ചു. എന്നടാ പണി വെച്ചിരിക്കുകയെന്ന് പൃഥ്വിയോട് മോഹൻലാൽ ആരാധകർ ആവേശത്തോടെ ചോദിച്ചു. ട്രെയിലർ ഹൈപ്പിൻ്റെ പരകോടിയിലേക്ക് എമ്പുരാനെ എത്തിച്ചു എന്നതാണ് സത്യം. മലയാളത്തിൻ്റെ സ്വന്തം ബിഗ് ബഡ്ജറ്റ് ചിത്രം ആദ്യ ദിവസങ്ങളിൽ തന്നെ കാണാൻ സിനിമാ പ്രേമികൾ ഉറപ്പിച്ച നിമിഷങ്ങൾ. ബോംബെയിലും ബംഗളൂരുവിലും ഹൈദരാബാദിലുമൊക്കെയായി മോഹൻലാലും പൃഥ്വിയും നേരിട്ട് പങ്കെടുത്ത പ്രൊമോഷൻ പരിപാടികൾ. അതിൽ ഉരുളക്കുപ്പേരി കണക്ക് മാസ് മറുപടികളുമായി ഇരുവരും. വല്ലാത്ത ആത്മവിശ്വാസം സിനിമയെക്കുറിച്ച് മോഹൻലാലിനും പൃഥ്വിരാജിനും ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന അവരുടെ ബോഡി ലാംഗ്വേജ്. സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഈ ഓരോ മറുപടികളും ഇപ്പോഴും ആഘോഷിക്കുകയാണ്. ഇനി കഴിഞ്ഞ കേരളപ്പിറവിക്ക് പുറത്തുവിട്ട എമ്പുരാൻ്റെ പോസ്റ്ററിലേക്ക് ഒന്ന് ശ്രദ്ധ കൊണ്ടുപോകാം. ഡ്രാഗണിൻ്റെ സിമ്പൽ പതിച്ച വെള്ള ഡ്രസ്സിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരാൾ. ആരാണ് അയാൾ? എബ്രാം ഖുറേഷിയുടെ കൂട്ടാളിയാണോ? വില്ലനാണോ? ട്രെയിലറിലും അതേ ഡ്രാഗൺ സിമ്പിളുള്ള കറുത്ത വസ്ത്രം ധരിച്ച ആളിൻ്റെ ദൃശ്യം വന്നു, പക്ഷേ മുഖം കാണിച്ചില്ല. ട്രെയിലർ പുറത്തു വന്നതോടെ ഒരു കാര്യം സൈബർ ലോകം അങ്ങ് ഉറപ്പിച്ചു: ഈ ആൾ വില്ലനാണ്. പക്ഷേ ആര്? ചിലർ പറഞ്ഞു ബേസിൽ ജോസഫ്, മറ്റു ചിലർക്ക് അയാൾ ഫഹദ് ഫാസിലായി. ഇനി ചിലർ പറഞ്ഞു ഇത് ടൊവിനോയുടെ മറ്റൊരു മുഖമാണ്. ആ നിഗമനത്തിന് കാരണമായി അവർ കണ്ടെത്തിയത് ട്രെയിലറിൽ ഖുറേഷി അബ്രാം അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളിയുടേതായി വന്ന ഒരു ഡയലോഗാണ്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ മറ്റാരെ ആശ്രയിക്കാനെന്ന ഡയലോഗ്. ഒപ്പം ജാൻവിക്കപ്പുറം തനിക്ക് രക്തബന്ധമുള്ള ഒരാളേ ഉള്ളൂ എന്ന പ്രിയദർശിനി രാംദാസ് എന്ന മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന
കഥാപാത്രത്തിൻ്റെ മറ്റൊരു ഡയലോഗ്. കൂടാതെ ആ അഭ്യൂഹത്തിനെല്ലാം വേഗം കൂട്ടി ടൊവിനോ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു കറുത്ത വസ്ത്രം ധരിച്ച ഫോട്ടോ. ഇത് അതൊന്നുമല്ല ടൊവിനോ എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള പൃഥ്വിരാജിൻ്റെ തന്ത്രമാണെന്നും ഇത് വിലയുള്ള വിദേശ താരമാണെന്നും മറ്റു ചിലരുടെ വാദം. ആ ഹൈപ്പ് ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ചിലർ ഷട്ടിലെ ഡ്രാഗണിൻ്റെ ചരിത്രം തേടി അതൊരു വലിയ ഗ്യാങ്ങിൻ്റെ അടയാളമാണെന്ന് കണ്ടെത്തി. മറ്റു ചിലർ ലൂസിഫർ സിനിമയുടെ ഒടുവിൽ മോഹൻലാൽ ധരിച്ചിരിക്കുന്നതായി കാണിച്ചിരിക്കുന്ന മോതിരത്തിൻ്റെ പിന്നാമ്പുറ കഥ തേടി. ട്രെയിലറിൽ എബ്രാം ഖുറേഷി ഊരി എറിയുന്ന മോതിരം അത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ നോക്കി. ഇങ്ങനെ ഒരുപക്ഷെ പൃഥ്വിരാജ് പോലും മനസ്സിൽ കാണാത്ത തരത്തിലേക്ക് പോലും എമ്പുരാൻ്റെ ഹൈപ്പ് നീണ്ടു. അതോ ആരാധകരുടെ ഇല്ലുമിനാറ്റിയായ പൃഥ്വി ഇതും ഇതിനപ്പുറവും മനസ്സിൽ കാണുന്നുണ്ടോ? 36 പ്രധാന കഥാപാത്രങ്ങളുടെ ഇൻട്രോകൾ പുറത്തുവിട്ട് മറ്റൊരു മാർക്കറ്റിംഗ് തന്ത്രവും മറുവശത്ത് നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പകയിൽ നീറിയൊടുങ്ങുമ്പോൾ അവർ അറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു, ഒരേ ഒരു രാജാവ്. ലൂസിഫറിൽ സിനിമാ പ്രേമികളെ കോരിത്തരിപ്പിച്ച ലാലിസം നിറഞ്ഞ ഡയലോഗ് ഡെലിവറി. കർഷകനല്ലേ മാഡം, കള പറിക്കാൻ ഇറങ്ങിയതാണ് തുടങ്ങിയ മാസ് ഡയലോഗുകൾ. മോഹൻലാൽ എന്ന നടനെ മാസ് വേഷം കെട്ടിച്ച് കോലം കെടുത്തിയെന്ന ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് ലൂസിഫറുമായി പൃഥ്വിരാജ് എത്തിയതെന്ന് ഒന്ന് ഓർത്തു നോക്കുക. അതുവരെ കാണാത്ത മാസും ക്ലാസും മോഹൻലാലിൻ്റെ മാത്രമായ മാനറിസങ്ങളും കൃത്യമളവിൽ അളന്നു തൂക്കിയിട്ടാണ് പൃഥ്വി ലൂസിഫർ ഒരുക്കിയത്. ഒപ്പം അനാമോർഫിക് ലെൻസിലൊരുക്കിയ കിടുക്കാച്ചി ദൃശ്യഭംഗിയും ലൂസിഫറിൻ്റെ വിജയത്തിൽ നിർണായകമായി. അതുകൊണ്ട് തന്നെ ലൂസിഫറിൻ്റെ തുടർച്ചയായ എമ്പുരാനിൽ പ്രതീക്ഷകൾ വാനോളമാണ്, അല്ല അതിനും അപ്പുറമാണ് എന്ന് വേണമെങ്കിലും പറയാം. മോഹൻലാലിനെ പ്രേക്ഷകർക്കും ആരാധകർക്കും ഒരുപോലെ തൃപ്തിപ്പെടുത്തി അവതരിപ്പിക്കാൻ പൃഥ്വിക്കറിയാം. അതാണ് സത്യത്തിൽ എമ്പുരാൻ ഹൈപ്പിൻ്റെ യഥാർത്ഥ കാരണവും. എമ്പുരാനിൽ മോഹൻലാലിന് ഡൂപ്പിട്ട് ഒരു രംഗവും ചിത്രീകരിച്ചിട്ടില്ല എന്ന പൃഥ്വിയുടെ വാക്കുകളും ലാൽ ആരാധകരെ ആവേശ കൊടുമുടിയിലെത്തിച്ചിട്ടുണ്ട്. അനാമോർഫിക് ലെൻസ് തന്നെയാണ് പൃഥ്വിരാജ് എമ്പുരാനിലും ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ വൈഡ് ആംഗിളിലെ ദൃശ്യചാരുത ട്രെയിലറിൽ നമുക്ക് കാണാൻ കഴിയും. മലയാള സിനിമയിലെ ആദ്യ സമ്പൂർണ്ണ ഐമാക്സ് റിലീസുമാണ് എമ്പുരാൻ. ഹിന്ദിയിലും കന്നഡയിലും തെലുങ്കിലുമെല്ലാം എമ്പുരാനെ എത്തിക്കുന്നത് വമ്പൻ വിതരണ കമ്പനികളാണ്. കർണാടകയിൽ 2000 ഷോകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് വിവരം. ഇത് മാറാം, തെലുങ്കിലും സമാനമാണ് കാര്യങ്ങൾ. പക്ഷേ ഇതെല്ലാം മാറാം, കൂടുതൽ ഷോകൾ പ്ലാൻ ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിനിമയുടെ ബജറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോഴെല്ലാം പൃഥ്വിരാജ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ലൂസിഫറിനേക്കാൾ ചെറിയ സിനിമയായിരിക്കും എമ്പുരാൻ എന്നാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നു കണ്ടൻ്റാണ് മുഖ്യം, ബജറ്റ് അല്ല എന്ന്. പക്ഷേ എമ്പുരാൻ്റെ കണ്ടൻറ്റ് ചിലവേറിയതാണെന്നും പൃഥ്വി കൂട്ടിച്ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ എന്ത് ബഡ്ജറ്റാണോ തോന്നുന്നത് അതാണ് എമ്പുരാൻ്റെ ബഡ്ജറ്റ് എന്നും പൃഥ്വിയുടെ കൗശലം നിറഞ്ഞ മറുപടി വരുന്നുണ്ട്. അതായത് അവിടെയും സസ്പെൻസ് നിലനിർത്തി ഹൈപ്പ് കൂട്ടുകയാണ് പൃഥ്വി. പൃഥ്വിരാജിനെ കുറിച്ച് കൂടി 2 വാക്കുകൾ പറയാതെ പോകാനാകില്ല. വമ്പൻ വിജയം ആഗ്രഹിക്കുന്ന കലാകാരനാണ് പൃഥ്വിരാജ്. അതിർവരമ്പുകൾ തട്ടിത്തെറിപ്പിച്ചവൻ. കലയും കച്ചവടവും ഒന്നിക്കുന്ന ടെറിഫിക് കോമ്പിനേഷനിലാണ് പൃഥ്വിരാജ് എമ്പുരാൻ കൊണ്ടുവരുന്നത്. ആത്യന്തികമായി സിനിമ സ്വപ്നങ്ങളുടെ ബിസിനസ്സാണല്ലോ. അതിൽ ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉള്ള ആളാണ് പൃഥ്വിരാജ്. അത് അയാളുടെ വാക്കുകളിൽ നമുക്ക് എപ്പോഴും വ്യക്തമാകുന്നൊരു കാര്യവുമാണ്. കൂടാതെ പ്രൊഫഷണൽ സമീപനം, കോർപ്പറേറ്റ് ചടുലത. പണ്ട് കളിയാക്കിയവരെല്ലാം പൃഥ്വി എന്ന വ്യക്തിയെയും കലാകാരനെയും നെഞ്ചേറ്റുന്നത് അയാൾ അഭിമാനത്തോടെ തന്നെ അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പൃഥ്വിയുടെ ഈ നേതൃഗുണത്തിൻ്റെ മേന്മ എമ്പുരാൻ്റെ മാർക്കറ്റിങ്ങിനെയും ഹൈപ്പിനെയും നമുക്ക് സൂക്ഷിച്ച് വിലയിരുത്തിയാൽ നോക്കിക്കാണാൻ കഴിയും. എന്തായാലും മലയാള സിനിമയെ ആകെ കോരിത്തരിപ്പിക്കുന്ന പാൻ ഇന്ത്യൻ ഹൈപ്പുമായി എമ്പുരാൻ എത്തുകയാണ്. മലയാള സിനിമയുടെ കഥയിൽ തന്നെ വമ്പൻ ട്വിസ്റ്റാകട്ടെ എമ്പുരാൻ എന്ന് ആശംസിക്കാം. തിയേറ്ററിൽ പോയി തന്നെ എമ്പുരാൻ നമുക്ക് ആസ്വദിക്കാം.